ലെബനനിൽ കരയിലൂടെയുള്ള ആക്രമണത്തിന് സൈന്യം തയ്യാറെടുക്കുന്നതായി ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹാവേലി കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്. കരയിലൂടെയുള്ള ആക്രമണം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായാണ് വ്യോമാക്രമണം ശക്തമാക്കിയതെന്നും ഹെർസി ഹവേലി വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേൽ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള മിസൈലുകൾ തൊടുത്തതിന് പിന്നാലെയാണ് ഇസ്രായേൽ സൈനിക മേധാവിയുടെ പ്രഖ്യാപനം. ലെബനനിൽ കരയാക്രമണത്തിന് ഉടൻ പദ്ധതിയില്ലെന്നാണ് ഇസ്രായേൽ സൈന്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം വ്യാപിപ്പിച്ചതിന് പിന്നാലെ റിസർവ് സൈനികരെ ഇസ്രായേൽ തിരികെ വിളിച്ചിരുന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു കരയുദ്ധത്തിലേക്ക് കടക്കാനുള്ള ഇസ്രായേൽ തീരുമാനം. അമേരിക്കയും ബ്രിട്ടനുമൊക്കെ കൂടെയുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇസ്രായേലിൻ്റെ പുതിയ തീരുമാനം ആത്മഹത്യാപരമാണെന്നും വിലയിരുത്തലുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ ആയുധപ്പുര ഏതാണ്ട് കാലിയായ മട്ടാണ്. കഴിഞ്ഞ ഒക്ടോബർ 8 മുതൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിൻ്റെ 80% ആയുധങ്ങളും തീർന്നിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് മുന്നിൽ കണ്ട് അമേരിക്കൻ സൈനികരും ആയുധങ്ങളും പശ്ചിമേഷ്യയിലേക്ക് പുറപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. എങ്കിലും ഇസ്രായേലിൻ്റെ പുതിയ പ്രഖ്യാപനം എത്രത്തോളം വിജയം കാണുമെന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ലാത്ത അവസ്ഥയിലാണ്. മറുവശത്ത് ഇറാനും ഒപ്പം നിൽക്കുന്ന മറ്റ് അറബ് രാജ്യങ്ങളും തങ്ങളുടെ ആയുധത്തിൻ്റെ പകുതി പോലും പുറത്തെടുത്തിട്ടില്ല. മാത്രമല്ല, ലെബനനിലെത്തിയാൽ എന്തൊക്കെ ആയുധങ്ങൾ ഹിസ്ബുള്ളയുടെ പക്കലുണ്ടെന്ന് ഇസ്രായേലിന് യാതൊരു പിടിയുമില്ല. അമേരിക്ക ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ട് പോലും അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഹിസ്ബുള്ളയ്ക്ക് വലിയ സ്വാധീനമാണുള്ളത്. അതുകൊണ്ടാണ് ലെബനനിലെ ദാരിദ്ര്യത്തിനിടയിലും ഹിസ്ബുള്ള ആയുധങ്ങൾ സംഭരിച്ചു കൂട്ടുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിലൊന്നാണ് ഹിസ്ബുള്ള. ദൈവത്തിൻ്റെ സംഘടന എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ലെബനീസ് ആഭ്യന്തര യുദ്ധത്തിനിടയിൽ 1982 ഹിസ്ബുള്ള രൂപീകരിച്ചത്. 40 വർഷമായി സംഘടന മിഡിൽ ഈസ്റ്റിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇറാൻ്റെ പിന്തുണയുള്ള ചില സംഘടനകളുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക എതിർചേരിയിൽ നിന്നിട്ടും ഹിസ്ബുള്ള ഒറ്റയ്ക്ക് നിന്ന് പോരടിക്കുന്നത്. ലെബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് ശക്തമായ ഒരു സൈനിക വിഭാഗമുണ്ട്. വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഹിസ്ബുള്ള. TV സ്റ്റേഷനുകളും ക്ലിനിക്കുകളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ വിപുലമായ ശൃംഖലയും ഇവർ കൈകാര്യം ചെയ്യുന്നു. നിയമവിരുദ്ധവും അല്ലാത്തതുമായ നിരവധി ബിസിനസ്സുകളിലൂടെ കോടിക്കണക്കിന് ഡോളറുകൾ ഹിസ്ബുള്ള സ്വന്തമാക്കുന്നുണ്ട്. പല മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ സ്വാധീനവും ഇറാനും സിറിയയുമായുള്ള അടുത്ത ബന്ധവും പല അടിയന്തര ഘട്ടങ്ങളിലും ഹിസ്ബുള്ളയ്ക്ക് സഹായകമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലെബനൻ ബോർഡറിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരത്തുള്ള റാമത്ത് ഡേവിഡ് എയർബേസ് ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള തൊടുത്ത മിസൈലുകൾ വെറും മുന്നറിയിപ്പ് മാത്രമായിരുന്നു. ഇസ്രായേലി എയർഫോഴ്സിൻ്റെ പ്രധാന എയർബേസാണിത്. ഇവിടെ 2 റൗണ്ട് മിസൈൽ ആക്രമണം നടത്തി. ഫാദി 1, ഫാദി 2 മിസൈലുകളാണ് ഇവിടെ പ്രയോഗിച്ചത്. ഇതുവരെ സംഘം ഉപയോഗിക്കാത്ത തരം മിസൈലുകളാണിത്. റഫേൽ ഡിഫൻസ് ടെക്നോളജി ക്യാമ്പസിലും റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധശേഖരമുള്ള നോൺ സ്റ്റേറ്റ് ഗ്രൂപ്പുകളിലൊന്നാണ് ഹിസ്ബുള്ള. അമേരിക്കൻ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിയുടെ കണക്ക് പ്രകാരം 1.5 ലക്ഷത്തിന് മുകളിൽ മിസൈൽ റോക്കറ്റ് സംവിധാനങ്ങൾ ഹിസ്ബുള്ളയ്ക്കുണ്ട്. മാത്രമല്ല, ഇസ്രായേലിൻ്റെ എല്ലാ മേഖലകളിലും എത്താൻ സാധിക്കുന്ന വിധം റോക്കറ്റുകൾ സ്വന്തമായി ഉണ്ടെന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. ഹിസ്ബുള്ളയ്ക്ക് ഏത് നിമിഷവും എന്തിനും തയ്യാറായി നിൽക്കുന്ന ഈ 2000 സൈനികരുണ്ടെന്നാണ് കണക്കുകൾ. കൃത്യമായ പരിശീലനം ലഭിച്ചവരാണിവർ. 30,000-ഓളം പേരെ അധികമായി ചേർത്ത് സംഘം വിപുലീകരിക്കാനും സാധിക്കും. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ആഴത്തിലുള്ള ബങ്കറുകൾ, തുരങ്കങ്ങൾ, ഭൂഗർഭ സംഭരണ ഡിപ്പോകൾ എന്നിവയാൽ സംരക്ഷിക്കപ്പെടുന്നുവെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം. ഹിസ്ബുള്ളയ്ക്ക് ദീർഘദൂര മിസൈലുകളുടെ വിപുലമായ ശേഖരമുണ്ട് എന്നതും നിർണായകമാണ്. അത് ഇസ്രായേലിൽ ഏതാണ്ട് എവിടെയും ആക്രമിക്കാനും അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കാനും ജനവാസ കേന്ദ്രങ്ങളെ തകർക്കാനും പ്രതിരോധ കവചങ്ങളെ മറികടക്കാനും സാധിക്കുമെന്ന് കരുതുന്നവരുണ്ട്. സിറിയയിൽ അടുത്തിടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളയിലേക്ക് കൂടുതൽ സാധനങ്ങൾ എത്തിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയതാവാം. 2006 ഹിസ്ബുള്ളയും ഇസ്രായേലും 34 ദിവസത്തെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ യുദ്ധത്തിൽ ലെബനനിൽ 1200-ലധികം പേർ മരിച്ചിരുന്നു. ഇവിടെ ഉപയോഗിച്ച ആയുധങ്ങളിൽ ഭൂരിഭാഗവും ഇറാനിൽ നിന്ന് ലഭിച്ചതാണ്. ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആയുധങ്ങളും ഇറാൻ, റഷ്യൻ, ചൈനീസ് നിർമ്മിതമാണ്.